നവംബർ 30 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അന്ത്രയോസ് ലീഗ, വിശുദ്ധ കാസ്തുളുസ്, വിശുദ്ധ എവുപ്രിപ്ലിസ്, വിശുദ്ധ കോൺസ്താനിസിയൂസ്, വിശുദ്ധ യുസ്തിന, വിശുദ്ധ മൗറ, വിശുദ്ധ സാപ്പോർ, വിശുദ്ധ ട്രോജൻ. വിശുദ്ധ അന്ത്രയോസ് ലീഗ. 60-ാം നൂറ്റാണ്ടിലാണ് വിശുദ്ധ അന്ത്രയോസ് ലീഗ ജീവിച്ചിരുന്നത്. യോനായുടെ മൂത്ത പുത്രനായ അന്ത്രയോസ് ഗലീലയിൽ ബെത്സൈദായിൽ ജനിച്ചു. പത്രോസ് ലീഗയുടെ ജ്യേഷ്ഠനാണ് അന്ത്രയോസ്. രണ്ടുപേരും സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരായി ജീവിതം ആരംഭിച്ചു. പിന്നീട് രണ്ടുപേരും ഈശോയുടെ ശിഷ്യന്മാരായി മാറി. സുവിശേഷങ്ങളിലുള്ള അപ്പസ്തോലന്മാരുടെ പട്ടികകളിലെല്ലാം ഒന്നാമത്തെ പേര് പത്രോസിൻ്റെതാണ്. തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അന്ത്രയോസും വരുന്നു. ശിഷ്യപ്രമുഖനായ പത്രോസിന്റെ പിറകിൽ അജ്ഞാതനായി ശാന്തനായി അന്ത്രയോസ് കഴിഞ്ഞു. യേശു നിയമിച്ച ആദ്യത്തെ അപ്പസ്തോലന്മാരിൽ ഒരാളായിരുന്നു വിശുദ്ധ ആൻഡ്രൂ. അതുകൊണ്ട് തന്നെ ആൻഡ്രൂവിനെ പലപ്പോഴും പ്രോട്ടോക്ലറ്റോസ് അല്ലെങ്കിൽ ആദ്യം വിളിക്കുന്നത് എന്നാണ് വിളിച്ചിരുന്നത്. വേദപുസ്തകത്തിൽ അന്ത്രയോസ് ലീഗയുടെ ചരിത്രം തുച്ഛമായിട്ടേ കാണുന്നുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 38 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം ഈശോയുടെ കൂടെ താമസിച്ചതിന് ശേഷമാണ് അന്ത്രയോസ് ഈശോയുടെ ശിഷ്യനായത്. അനന്തരം അദ്ദേഹം അനുജനെ കണ്ടപ്പോൾ ഞാൻ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞു. അന്ത്രയോസ് ശെമയോനെ ഈശോയുടെ അടുക്കൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. വിജന സ്ഥലത്ത് വെച്ച് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ആലോചിച്ചപ്പോൾ ഫിലിപ്പ് അത് അസാധ്യമാണെന്ന് അഭിപ്രായപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ ഒരു ബാലന്റെ അടുക്കൽ 5 ബാർലി അപ്പവും 2 മീനുമുണ്ട്. എങ്കിലും അതുകൊണ്ട് എന്താകാനാണ്? അന്ത്രയോസ് ഒരത്ഭുതം ഈശോയിൽ നിന്ന് പ്രതീക്ഷിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പറയപ്പെട്ടതായിട്ട് കരുതുന്നു. പെന്തക്കുസ്തയ്ക്ക് ശേഷം അന്ത്രയോസ് കപ്പദോച്യ, ഗലാത്തിയ, ബിഥീനിയ, സിത്തിയ, റഷ്യ, ബിസാൻസിയം, ത്രേസ്, മാസഡോണിയ, തെസലി, അക്കയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. അക്കയായിൽ പാത്ര എന്ന സ്ഥലത്ത് വെച്ച് അന്ത്രയോസിനെ ആദ്യം പ്രഹരിക്കുകയും അതിനുശേഷം എക്സ് പോലെ ഉള്ള ഒരു കുരിശിൽ ബന്ധിച്ചിടുകയും ചെയ്തു. കുരിശിൽ കിടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്രിസ്തുവിൻ്റെ അവയവങ്ങളാൽ പൗത്രീകരിക്കപ്പെട്ട നല്ല കുരിശേ, എത്ര നാളായി നിന്നെ കൊതിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്, ഇതാ ഞാനത് കണ്ടെത്തിയിരിക്കുന്നു. നിന്റെ കരങ്ങളിൽ എന്നെ സ്വീകരിച്ച് ദിവ്യഗുരുവിന് എന്നെ സമർപ്പിക്കുക. നീ വഴി എന്നെ രക്ഷിച്ചവൻ നിന്നിൽ നിന്ന് എന്നെ സ്വീകരിക്കട്ടെ. 2 ദിവസം ജീവനോടെ അദ്ദേഹം കുരിശിൽ കിടന്നു. അടുത്ത് വന്നിരുന്നവരോട് തൻ്റെ പീഡകൾ കുറയ്ക്കേണ്ടതില്ലെന്നാണ് വിശുദ്ധ അന്ത്രയോസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആർമി റേഞ്ചർമാർ, നാവികർ, മത്സ്യത്തൊഴിലാളികൾ, കയർ നിർമ്മാതാക്കൾ, ഗായകർ, കലാകാരന്മാർ എന്നിവരുടെ രക്ഷാധികാരിയായിട്ടാണ് വിശുദ്ധ അന്ത്രയോസിനെ തിരുസഭ അംഗീകരിച്ചിരിക്കുന്നത്. ലോകത്തുള്ള എല്ലാ തിന്മകളിൽ നിന്നും യുവതലമുറയെ രക്ഷിക്കുവാൻ വേണ്ടി വിശുദ്ധ അന്ത്രയോസെ പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.